എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2025 മെയ് മാസത്തിലുണ്ടാകുന്ന വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മിഥുന കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും കർക്കിടക കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചും ദോഷാനുഭവങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത്. ആദ്യം മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളെയാണ് ഈ ഗ്രൂപ്പ് നക്ഷത്രങ്ങളെയാണ് നമ്മൾ മിഥുനക്കൂറുകാർ എന്ന് പറയുന്നത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വ്യാഴം 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇടവക്കൂറിലാണ്, അല്ലെങ്കിൽ ഇടവൻ രാശിയിലാണ് ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 12ാം ഇടത്ത് നിൽക്കുന്ന വ്യാഴം സാമ്പത്തികമായ പലവിധ പ്രതിസന്ധികൾക്ക് കാരണമായി തീരുന്നതാകയാൽ കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അത്ര വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്നതല്ല എന്ന് മാത്രമല്ല, പലവിധ സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പണം കടം കൊടുത്തിട്ടുള്ളവർക്ക് തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, ലോണുകൾ, അതുപോലെ പണം കടം മേടിച്ചിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ കൃത്യമായ സമയത്ത് അത് അടച്ചു തീർക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ, ഇതൊക്കെ 12ലെ വ്യാഴത്തിൻ്റെ ഒരു ഫലമാണെന്ന് പറയാവുന്നതാണ്. ആ ഒരു അവസ്ഥയ്ക്കൊക്കെയുള്ള മാറ്റം തീർച്ചയായിട്ടും 2025 ഉണ്ടാകുന്നതാണ്. നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകളൊക്കെ ഒരു പരിധിവരെ തീർത്ത് പുതിയ സംരംഭങ്ങളും പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നതിനും നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. എന്നിരുന്നാലും വ്യാഴം ലഗ്നത്തിലേക്ക് മാറുമ്പോൾ ചാരവശാൽ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ഗ്രഹനിലയിൽ വ്യാഴം നിൽക്കുന്നത് പോലെയുള്ള ഗുണങ്ങൾ നൽകില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഗ്രഹനിലയിൽ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണെങ്കിൽ ഗോചരവശാലുള്ള മാറ്റം അത്രയ്ക്ക് വലിയ ഗുണമൊന്നും നൽകില്ല. എങ്കിലും 12 നിൽക്കുന്ന വ്യാഴത്തിൻ്റെതായ ദോഷങ്ങൾ കുറയ്ക്കുന്നതും വളരെയേറെ ഗുണാനുഭവങ്ങൾ 12 നിൽക്കുന്ന വ്യാഴത്തെ അപേക്ഷിച്ച് ലഭിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ നേരത്തെ ഉള്ളതിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടൊരവസ്ഥ, ഔദ്യോഗിക രംഗത്തൊക്കെ പുരോഗതി, വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കലാകാരന്മാർക്കും കരാറുകാർക്കും കർഷകർക്കും അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രതിസന്ധികൾക്ക് കാര്യമായ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ചു പോകേണ്ടതും ഒപ്പം അവരവരുടെ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്തു പോകുന്നതും ഒക്കെ നല്ലതായിരിക്കും. വ്യാഴവും ശനിയും ഒക്കെ ഗ്രഹനിലയിൽ അനുകൂല സ്ഥാനത്താണെങ്കിൽ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ എല്ലാ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും 2025 വ്യാഴമാറ്റം സാമ്പത്തികമായും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്കും കൊണ്ടുവന്നെത്തിക്കും. അങ്ങനെ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർക്കിടകക്കൂറുകാർക്ക് വ്യാഴമാറ്റം മൂലം ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുണർതത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ്. ഇപ്പോൾ ചാരവശാൽ വ്യാഴം അനുകൂലമായ സ്ഥിതിയിലാണ്, അഭീഷ്ട സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതായത് 11ാം ഭാവത്തിലാണ്
കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിൽക്കുന്നത് 11 പറയുമ്പോൾ അഭീഷ്ടസ്ഥാനമാണ്, വരുമാനത്തിൻ്റെ സ്ഥാനവുമാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും പലതരത്തിലുള്ള അഭീഷ്ടദായകമായ ഫലങ്ങളും ഒക്കെ കർക്കിടകക്കൂറുകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ്. വ്യാഴത്തിൻ്റെ വളരെയേറെ ഗുണാനുഭവങ്ങൾ കർക്കിടകക്കൂറുകാർ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും. ഗ്രഹനിലയിൽ വ്യാഴവും ശനിയും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ ചിലപ്പോൾ ലഭിച്ചു എന്ന് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഗ്രഹനില പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പലപ്പോഴും പറയാറുമുണ്ട്. എന്നിരുന്നാലും പൊതുവെ ഏറ്റവും ഗുണകരമായ ഒരു സ്ഥാനത്താണ് വ്യാഴം നിലവിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മെയ് 14 വ്യാഴമാറ്റം അത്രയ്ക്ക് ഗുണകരമല്ല കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം വ്യാഴം 12-ാം ഇടത്തേക്കാണ് മാറി സഞ്ചരിക്കുന്നത്. അതിന് ഗ്രഹനിലയിലാണെങ്കിലും ചാരവശാലാണെങ്കിലും 12-ലെ വ്യാഴം അത്ര ഗുണകരമല്ല. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമായി തീരും. പ്രതീക്ഷിച്ചിരുന്ന സഹായങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ മുടങ്ങുന്നൊരവസ്ഥ വന്നു ചേരാവുന്നതാണ്. അതുപോലെ തന്നെ പണം കടം കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നു ചേരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കർക്കിടകക്കൂറുകാർ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടത്താവൂ എന്ന കാര്യവും കൂടി ഓർത്തിരിക്കുക. അല്ലെങ്കിൽ കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ പിന്നെയും കാത്തിരിക്കേണ്ടതായി വരും. ചിലപ്പോൾ 1 വർഷം വരെ ഒക്കെ കാത്തിരിക്കേണ്ടതായ ഒരവസ്ഥ വരും. ചിലപ്പോൾ അത് കേസിലേക്കും ഒക്കെ വഴിമാറാനുള്ള സാധ്യതകളുണ്ടാകാം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ക്രയവിക്രയങ്ങൾ നടത്താൻ പാടുള്ളൂ. അതാണ് 12-ലെ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് കർക്കിടകക്കൂറുകാർ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പം നിലവിലുണ്ടായിരുന്ന ഗുണാനുഭവങ്ങൾക്ക് കാര്യമായ ഒരു മാറ്റം വ്യാഴത്തിൻ്റെ 12-ലെ അവസ്ഥ പോലെ സംഭവിക്കുന്നതാണ്. അതെല്ലാ മേഖലയിലും ഇത് വന്നു ചേരുന്നതുമായിരിക്കും. എല്ലാ മേഖലയിലും എന്ന് പറയുമ്പോൾ ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വ്യാഴമാറ്റം അത്ര ഗുണം ചെയ്യുകയില്ല. പക്ഷേ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ, സാമ്പത്തിക അച്ചടക്കമൊക്കെ പാലിച്ചു പോയാൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ട് തന്നെ 2025 മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും. വരും വർഷം വളരെ ഗുണകരമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ വലിയ പ്രതിസന്ധികളില്ലാതെ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഒപ്പം ഗ്രഹനിലയൊക്കെ പരിശോധിച്ച്, ഗ്രഹനിലയിലൊക്കെ വ്യാഴം അനുകൂലമായിട്ടും ഉച്ചത്തിലും യോഗകാരിയായിട്ടും ഹംസയോഗത്തിലും ഒക്കെ നിൽക്കുന്ന ഗ്രഹനിലയാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും കാര്യമായി ബാധിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ ഗ്രഹനിലയൊക്കെ പരിശോധിപ്പിച്ച് വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് മുമ്പോട്ട് പോയാൽ 2025 വളരെയേറെ ഗുണകരമായിരിക്കും. എങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഇതൊക്കെയാണ് പൊതുവേ കർക്കിടകക്കൂറുകാരെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പ്രധാനമായിട്ടും വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴത്തിൻ്റെ 12-ലേക്കുള്ള മാറ്റം വിഷ്ണുവിൻ്റെ കാരുണ്യം കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ച് പോവുക. ഒപ്പം അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങൾ ഓരോരുത്തരും ചെയ്തു പോവുക. 2025 വർഷം ഏറ്റവും ഗുണകരമാകട്ടെ. വ്യാഴമാറ്റം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.